നമ്മുടെ വീടിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചല്ല, അത്യാവശ്യം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ് കണ്ടോ, കഴിഞ്ഞ വട്ടം നമ്മൾ കണ്ടപ്പോൾ നമ്മുടെ വീടിന്റെ മണ്ടയ്ക്കായിരുന്നു വെള്ളം. വൃത്തിയാക്കുക, മൊത്തം ക്ലീനിങ് ആണ്. ഇവിടെ മൊത്തം നോക്കും, മൊത്തം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഈ വീഡിയോ നോക്കി കഴിഞ്ഞാൽ അറിയാം. കണ്ടോ, അതിന്റെ ആ ടോപ്പിൽ വെള്ളമായിരുന്നു. ഇപ്പം കണ്ടോ കുറഞ്ഞ് ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. ഗൈസ് അപ്പം നേടാ കണ്ടോ, ഒരു വലിയ മീൻ ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയതാ, പക്ഷെ അത് ചത്തുപോയത്. കണ്ടോ, ഇത് അടിപൊളി ഒരു മീനെ കിട്ടിയിട്ടുണ്ട്. വേണ്ട നല്ല പെട്ടയ്ക്കുന്ന മീൻ. ഗൈസ് അപ്പം നമ്മള് മീൻ കറി വെക്കാൻ പോവാണ്. ഗൈസ് നമ്മളെ മീനെല്ലാം ഇവിടെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് അപ്പം നമുക്ക് ഇനി മീൻ ഇട്ട് കൊടുക്കാവേ. നമ്മുടെ കഴുകി വെച്ച മീൻ അങ്ങോട്ട് ഇടുക. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു ഗൈസ്, നമ്മുടെ വീടിന് ചുറ്റും വെള്ളം കയറുന്ന പറഞ്ഞു. ഗൈസ് നമ്മുടെ വീടിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചല്ല, അത്യാവശ്യം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ് കണ്ടോ, കഴിഞ്ഞ വട്ടം നമ്മൾ കണ്ടപ്പോൾ നമ്മുടെ വീടിൻ്റെ മണ്ടയ്ക്കായിരുന്നു വെള്ളം. ഇപ്പം ഏകദേശം കുറഞ്ഞ് താഴെ എത്തിയിട്ടുണ്ട്. ഗൈസ് പിന്നെ കുറച്ച് വെള്ളം കൂടെ ഉള്ളൂ ഈ സൈഡിലൊക്കെ. ഗൈസ് അപ്പോൾ നമ്മളൊരു ചെറിയൊരു അപ്ഡേറ്റിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഗൈസ് വലിയ ലെങ്തൊന്നും ഇല്ല, കുറച്ച് ലെങ്തേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കാണാം. ഗൈസ് വെള്ളം ഇറങ്ങിയതും പിന്നെ വെള്ളം ഇറങ്ങിയപ്പം കുറേ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗൈസ് കുറേ പച്ചക്കറി കൃഷികളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണാവേ. അത്തോ ക്യാമ്പ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഹായ്, ഒരുങ്ങി വന്നേക്ക വ്ളോഗ് എടുക്കുന്ന പറഞ്ഞപ്പോഴത്തേക്കും. അങ്ങനെ കാത്തുവിൻ്റെ വീടാണിത്. കാത്തുവിൻ്റെ വീട്ടിൽ കണ്ടോ വെള്ളം ഫുള്ള് ഇറങ്ങി. ആദ്യം നമ്മൾ കണ്ടപ്പോൾ ഇത്ര അല്ലായിരുന്നു ഗൈസ്, നല്ല വെള്ളം ഉണ്ടായിരുന്നു. കണ്ടോ, അപ്പോൾ കാത്തുവിൻ്റെ വീട് കണ്ട ഈ അമ്പലത്തിൻ്റെ അതേ നോക്കിയാൽ മതി, അത്രയും വെള്ളം ഉണ്ടായിരുന്നു. ഏകദേശം കുറഞ്ഞിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ കാത്തുവിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. കണ്ടോ, കാത്തുവിൻ്റെ വീട്ടിലെ വെള്ളം ഫുള്ള് ഇറങ്ങി. കണ്ടോ പറയടി ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ തൊട്ട് മൊത്തം വൃത്തിയാക്കുക, മൊത്തം ക്ലീനിങ് ആണ്. ഇവിടെ മൊത്തം നോക്കും, മൊത്തം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇതിനി മൊത്തം വൃത്തിയാക്കി എടുക്കണം. വലിയ പട്ടികൾക്കെല്ലാം ഇപ്പോഴും സന്തോഷമായി. നേരത്തെ ഇത് വെള്ളത്തിലായിരുന്നു. ഇപ്പം നമ്മുടെ റോഡിലേക്ക് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പം റോഡിലും വെള്ളം ഇല്ല. ഏകദേശം കണ്ടോ നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ താഴെ ഇല്ല, കാൽപ്പത്തി നിറയാനുള്ള വെള്ളമേ ഉള്ളത്. അത് ഞങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ ഇത്രയും വെള്ളമുണ്ട്. ഈ വീഡിയോ നോക്കി കഴിഞ്ഞാൽ അറിയാം. കണ്ടോ, അതിൻ്റെ ആ ടോപ്പിൽ വെള്ളമായിരുന്നു. ഇപ്പം കണ്ടോ കുറഞ്ഞ് ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. പക്ഷേ 2-3 ദിവസം എടുക്കാൻ തോന്നുന്നു ഇതും കൂടി ഇച്ചിരി ഇറങ്ങി തീരാൻ വേണ്ടി. ഇപ്പോഴേ നല്ല മഴയൊക്കെ ഉണ്ട്, മഴയൊന്നും പോയിട്ട് പോലും ഇല്ല. പരീക്ഷ ഒന്ന് മാറ്റി വെച്ചാൽ മതിയായിരുന്നു. കഴിച്ച അപ്പം കാത്തുവിന്റെ ഒക്കെ പരീക്ഷ ഉണ്ട് 2 ദിവസം കഴിഞ്ഞ്. എന്താടി പറയാനുള്ളത്? പറഞ്ഞോ, അപ്പൊ അവൾ ആലോചിക്കട്ടെ. ആലോചിച്ചു പറ. എന്തായിരുന്നു പരീക്ഷ ഇപ്പോഴേ തുടങ്ങണ്ടി, വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങാതിരുന്നാ മതിയായിരുന്നു. ഇങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്ന സ്ഥലത്താണ് വന്നേക്കുന്നത്. വീഡിയോ എടുക്കുന്ന സ്ഥലം നമ്മൾ ആദ്യം ഒന്നും കാണിക്കാൻ പറ്റില്ല, അന്ന് നല്ല വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ പക്ഷേ അത്യാവശ്യം വെള്ളം കുറഞ്ഞു. വേണ്ട ഇപ്പം നമുക്ക് ഇങ്ങോട്ട് നടന്നു വരാൻ പറ്റുന്ന വെള്ളമൊക്കെ ഉള്ളു ഗൈസ്. അപ്പം ഒരു മീൻ പൊങ്ങി കിടപ്പുണ്ട്, അത് ചത്താന്ന് തോന്നുന്നു. മീനാണോ അത്? ഗൈസ് ഒരു മീനെ കാണിച്ചു തരാം. അത് അളിഞ്ഞ വെള്ളമാണ് ഗൈസ്, ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം മീനെല്ലാം ചത്തു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇവരെ തന്നെ എടുത്തിട്ട മീനാണ് ഇപ്പൊ അഭിനയിക്കുന്നത്. കണ്ടുപിടിച്ചു ഗൈസ്. അപ്പം കണ്ടോ ഒരു വലിയ മീൻ ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയതാ, പക്ഷെ അത് ചത്തുപോയത് കണ്ടോ. പിന്നെ എടുക്കാം, എന്തോ സ്മെല്ലാന്നറിയോ ഗൈസ്. വലിയൊരു മീനാണ്, അതും ചത്തു പോയി കിടപ്പുണ്ട്. ഇതേണ്ടേ കാത്തുവിൻ്റെ പട്ടി വരുന്നു, കാത്തുവിൻ്റെ തിരക്കി. പറയൂ, എന്താണ് നിങ്ങൾക്ക് ഈ വെള്ളപ്പൊക്കത്തിനെ പറ്റി 2 വാക്ക് പറയാനുള്ളത്? നല്ല വെള്ളമായിരുന്നു. പിന്നെ എന്തോ സംഭവിച്ചു? പിന്നെ എന്തോ കാരണത്താൽ ഇറങ്ങിപ്പോയി, ഇപ്പഴേ ഇറങ്ങണ്ട ഗൈസ്. അപ്പൊ നിങ്ങളുടെ വീടിന്റെയൊക്കെ അവിടെ എത്ര വെള്ളമൊക്കെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്യും ഗൈസ്. നമ്മുടെ പേര എല്ലാം മുങ്ങിയിട്ട് പൊങ്ങി വന്നിരിക്കുകയാണ്. പിന്നെ ഗൈസ് ഇതെല്ലാം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി കുറേ ദിവസങ്ങൾ പിടിക്കും. കാരണം ഞാൻ കണ്ടില്ലേ എല്ലാം നശിച്ച് പോയി ഗൈസ്. ഗൈസ് ആരോ പോന്നു. മീനല്ലടാ പായല്. പട്ടി ഗൈസ് തരാണ്ടോ. വിശന്നിട്ട് മീനെയൊക്കെ കടിച്ചു പാസ് ചെയ്യുന്നോണ്ട് പോകും. ഇപ്പൊ പട്ടി വിചാരിക്കുന്ന നീന്താ എന്തോ വലിയ കഴിവ് കിട്ടിയെന്നാ. ഓടി കയറിയോ, ഒന്ന് സേഫ് ആയിരിക്കുന്നു, അടുത്തതും സേഫ് ആകാൻ പോകുന്നു. നിനക്ക് വല്ല ആവശ്യമുണ്ടോ? വീട്ടിൽ ഇരുന്നാ പോരെ. പറയൂ അപ്പൂസ്, പറയൂ. അതെ ഇപ്പോഴാണോ ഈ വെള്ളം മുങ്ങിട്ട് ഇങ്ങോട്ട് വരുന്നത്? കാത്തുവിന്റെ ഒക്കെ അച്ഛന്റെ ഹെൽമെറ്റ് ഒഴുകി പോയിട്ട് ഇവിടെ വന്ന് പൊങ്ങിയിരിക്കുകയാണ്. കാത്തുവിന്റെ അച്ഛന്റെ ഹെൽമെറ്റ് പൊക്കി വന്നിരിക്കുകയാണ്. എടുത്തോണ്ട് പോടാ, റോഡിലാണോടാ കൊണ്ട് ഹെൽമെറ്റ് പാർക്ക് ചെയ്യുന്നത്. വാഴകൾ നശിച്ചു. അപ്പോൾ ഇതിനെ കുറിച്ച് 2 വാക്ക് പറയാ. ഞങ്ങളെ ആണെങ്കിൽ ഓണത്തിന് നട്ടുവെച്ച വാഴകളായിരുന്നു, അല്ല ഓണത്തിന് പിച്ചാൻ വെച്ച വാഴകളായിരുന്നു. ഇപ്പൊ കൊലയുണ്ട്, വാഴയുടെ അടിവശമൊക്കെ കരിഞ്ഞു പോയെന്നാണ് തോന്നുന്നത്. എന്തായാലും ഓണം വെള്ളത്തിലായി. ഇത് വലിയ പ്രതിസന്ധിയിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. അത് പറയടി ബാക്കി.
ഓണത്തിന് കക്കാൻ വെച്ച കൊലയായിരുന്നു എല്ലാവരും അയ്യോ പിടിക്കപ്പെട്ടു. അങ്ങനെ കൈസ് ഒരുപാട് കൃഷികൾ കണ്ടോ, ചേന, ചേമ്പ്, കാച്ചില് എന്നിവയെല്ലാം നശിച്ചു. കൊലകൾ മെയിനായിട്ട് ഓണത്തിന് വിളവെടുക്കേണ്ട വൃക്ഷങ്ങളായിരുന്നു. അതെ അതെ, ഓണ എക്സാം ആണ് പിള്ളേർക്കൊക്കെ. അപ്പൊ നിങ്ങൾക്കെല്ലാം എക്സാം ആണ്. അത് 13-ാം തീയതി ആണ്. 13-ാം തീയതി. ഇതുവരെ കാത്തു ഒരു അക്ഷരം പഠിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തനം അത് കാണിച്ചു പട്ടിയെ രക്ഷിക്കട്ടെ ഗൈസ്. ഗൈസ് നമുക്ക് ഇന്നലെ ഒരു അടിപൊളി മീനെ കിട്ടിയത് ഗൈസ്. അതിനെ നമ്മൾ കുക്ക് ചെയ്യുന്നതും പിടിക്കുന്നില്ല ഗൈസ്, അതിനെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടിട്ടോ. ഇത് അടിപൊളി ഒരു മീനെ കിട്ടിയിട്ടുണ്ട്. നല്ല പെട്ടയ്ക്കുന്ന മീൻ. ചുമ്മാ ഗൈസ് നമ്മൾ വീശി പിടിച്ചൊരു മീനാണ്. ഏകദേശം 5 കിലോ അടുത്തുണ്ട് ഈ മീൻ. വേറെ നോക്കി എൻ്റെ ഇതുണ്ട്. ഇനി ഇതൊന്ന് കളറൊക്കെ ഒന്ന് മാറി. ഗൈസ് ഇപ്പൊ അടുത്തിടുന്നത് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി. ആദ്യം മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി പയ്യെ ഇട്ട് കൊടുക്കുക. ഒന്നിച്ചിടണോ? കണ്ടോ, ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കണം. മല്ലിപ്പൊടി ഇങ്ങനെ നല്ലപോലെ മൂത്ത് വരണം. അടുത്ത മഞ്ഞപ്പൊടി, മുളക് പൊടിയാണ് ഇടുന്നത്. എല്ലാം കൂടി ഇട്ട് മിക്സ് അടിക്കാം. പച്ച തണ്ണി മതിയോ? ഇത് ഇനി ഇച്ചിരി വെള്ളം ഒഴിക്കണോ? ഇനി എന്തോ ഇടണ്ടേ? ഇത് ഉപ്പുപൊടിയാണ്. ഉപ്പുപൊടി ഇടാൻ പോവാണ്. മൊത്തം ഇടാനോ? മൊത്തം ഇട്ട്. ഇനിയും അതിനകത്ത് ഇടേണ്ടത് നല്ല കുടംപുളി. ഇനി ഇത് തിളച്ച് വരണം. പറയാ ഞാൻ ഇടട്ടെ. ഇനി ഇതെല്ലാം കൂടെ അരപ്പ് സെറ്റായി വേണം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഇളക്കി കൊടുക്കാം. ഏകദേശം നമുക്ക് ഇനി മീൻ ഇട്ട് കൊടുക്കാവേ. നമ്മുടെ കഴുകി വെച്ച മീൻ അങ്ങോട്ട് ഇടുക. മീൻ അവിടെ ഇവിടെ 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 ഇടുക. ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നോക്കി വേണേ. മതിയോ? ഓക്കെ, നമ്മുടെ മീനെല്ലാം സെറ്റായി. ഓക്കെ, ഇനി അടയ്ക്കാം. മീൻകറി റെഡി. സെറ്റ് ആയിട്ടുണ്ട്. കറിയെല്ലാം ഇവിടെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കറിയൊക്കെ ഓക്കെയാണ്. അപ്പൊ നമ്മൾ ഇച്ചിരി കറി എടുക്കുക. നമ്മുടെ വെച്ച കറി തന്നെ ഇച്ചിരി കറിയും കൊണ്ട് എടുക്കുക. അതിനെ മുണ്ടക്കോട്ട് ചാറൊഴിക്കുക. ഒഴിച്ചിട്ട് ഗൈസ് അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ മീൻ വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു കഷ്ണം മീനും കൂടെ എടുക്കുക, ഇങ്ങോട്ട് വെക്കുക. അപ്പോൾ ഗൈസ് നമുക്കിത് കഴിക്കാവേ. ഇപ്പോൾ നമ്മുടെ കറി കൂട്ടി നമ്മൾ കഴിക്കാൻ പോവാണ്. ഗൈസ് നമ്മൾ ഇച്ചിരി ചോറ് എടുക്കുക. പിന്നെ അതിൻ്റെ മീൻ അങ്ങോട്ട് എടുത്തിട്ട് ആ വറുത്ത മീനും കൂടെ, നല്ല ചൂടാണ്, അയ്യോ, ആ വറുത്ത മീനും കൂടെ വെക്കുക. എന്നിട്ട്
കഴിച്ച നമ്മുടെ കാത്തു ടേസ്റ്റ് ചെയ്യാൻ പോണേ. എടി ഞാൻ വെച്ചേ കഴിച്ചു നോക്കൂ. ആ മീൻ കറിയും കൂടെ എടുക്കടി, മീനും കൂടെ എടുക്ക്. ഓക്കെ, എങ്ങനെയുണ്ട് കഴിച്ച? അടുത്ത് ഇവൻ എന്നാ ചൂടാണേ. എങ്ങനെയുണ്ട് ഗൈസ്? അപ്പൊ നമ്മുടെ ക്യാമറാമാൻ തിന്നുവാണ്. തിന്നിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. അത് നമ്മളിങ്ങനെ എടുക്കുക, നല്ല മുഴുത്ത കഷ്ണം നോക്കി എടുക്കുക, തീർക്കും ഇപ്പം തന്നെ. ഇങ്ങനെ എടുക്കുക. എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു ഗൈസ്. നമ്മൾ ചെറിയൊരു വ്ളോഗാണ് എടുത്തത് ഗൈസ്. അടിപൊളി ഫുഡായിരുന്നു, ഞാൻ വെച്ചുകൊണ്ട് പറയില്ല, അടിപൊളി ടേസ്റ്റ്. ആഹാ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.